ഞങ്ങൾ പറയുന്നു മനുഷ്യനെ സംബന്ധിച്ച് ഗൈബായ ജിന്നുകൾ, അദൃശ്യ ഭൗതികമായ ജിന്നുകൾ, അവയോടുള്ള എല്ലാ സഹായത്തേട്ടവും മുത്തലഖൻ ശിർക്കാണ് എന്ന് ഒരെണ്ണം പറയട്ടെ. അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തോന്നിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാല് ഞാൻ ഒറ്റയടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പോ അതിങ്ങനെ പറയുമ്പോൾ അതിനപ്പുറത്ത് നിങ്ങൾ മറ്റേ വാദമായിട്ട് വരും. അപ്പൊ ഞാൻ അത് പരിഗണിക്കണം, ഇസ്ലാമിന്റെ ഒരു ഹുക്കുമ ഞാൻ നോക്കണം. അപ്പൊ അതിലൊക്കെ കണക്ക് കൂട്ടിയാണ് ഞാൻ മറുപടി പറയുക. ഇനി എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അതിനനുസരിച്ച് ഉത്തരം കിട്ടണം എന്ന് വിചാരിച്ച് ചോദ്യം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന രൂപം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ തീർച്ചയായും ആ വഴിക്ക് ഞങ്ങൾ പോകൂല, ആ വഴിക്ക് ഞങ്ങൾ വിശദീകരിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേർക്കുനേരെ കാര്യം പറഞ്ഞു തരിക, മനസ്സിലാക്കാനുള്ള ബുദ്ധി തന്നു, ചിന്തിക്കാനുള്ള ബുദ്ധി തന്നു. ആ ബുദ്ധി അനുസരിച്ച് കൊണ്ട് സ്വീകരിക്കാവുന്നതാണ്. നേർക്ക് നേരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന്, ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ആ ജിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഒരു സൃഷ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെടാൻ നമ്മളോട് പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു കാര്യം അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാനും പറഞ്ഞില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനോട് ചോദിക്കാൻ പറഞ്ഞില്ല. ഇനി അതല്ല, മനുഷ്യന്റെ പ്രയാസമുണ്ടാകുന്ന പ്രാർത്ഥനയുടെ ഘട്ടമാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ശൈത്താന്മാരോട് ഇസ്തിഹാസത്ത് നടത്തിയവരുണ്ട്, പിശാചുക്കളെ തവക്കുലാക്കിയവരുണ്ട്, ഖുർആൻ അതിനെ വിമർശിച്ചിട്ടുണ്ട്, അവരോട് പ്രാർത്ഥിച്ചവരുണ്ട്. അത് ശിർക്കാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് അവരോട് പ്രാർത്ഥിക്കുവാനോ തേടുവാനോ ഒന്നും പാടില്ല. അതേ നിലക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് നേർക്ക് നേരെ വന്നു, അല്ലെങ്കിൽ അയാൾക്ക് മുന്നിൽ ജിന്ന് കീഴ്പ്പെടുത്തപ്പെട്ട അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം, എങ്കിൽ അയാൾക്ക് ആ ജിന്നുമായി സംസാരിക്കുകയോ ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ ചെയ്താൽ അത് ശിർക്കാണെന്നോ കുഫ്റാണെന്നോ പറയുക സാധ്യമല്ല. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നത് ജിന്ന് കേട്ടോളും എന്ന് വിശ്വസിച്ചാലും അതും ശിർക്കാവുകയില്ല. ഈ ഒരാൾ സംസാരിക്കുന്ന മലക്ക് കേട്ടോളും എന്ന് വിചാരിച്ചാലും ശിർക്കാവുകയില്ല. ഇതിനൊക്കെ ഖുർആനിലും ഹദീസിലും ഒക്കെ ഒരുപാട് തെളിവുകളുണ്ട്. ഒന്ന്, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല. ജിന്നിനോടുള്ള അതല്ലെങ്കിൽ മലക്കിനോടുള്ള ഈ സഹായനേട്ടം കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതല്ല എന്നാണ്. എന്നാൽ ഇതപ്പുറത്തുള്ളതല്ലേ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നും മനുഷ്യനും തമ്മിലുള്ളത്? നാം പറയുന്നത് ജിന്നിന് എങ്ങനെ കേൾക്കാൻ കഴിയും? സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ല എന്നാണല്ലോ. നാം ചോദിക്കുന്നത് കേൾക്കാനും ഒരു പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ നമ്മുടെ തേട്ടം, നമ്മുടെ വിളി, നമ്മുടെ ചോദ്യം അത് കേൾക്കാനും ഉത്തരം ചെയ്യാനുമുള്ള കഴിവ് ജിന്നിനുണ്ട് എന്ന് ആര് പറഞ്ഞു തരണം? അള്ളാഹു പറയണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം. അള്ളാഹു അങ്ങനെ പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. നീ താഴ്വരകളെ, ആട്ടിൻപറ്റങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതാക്കുന്ന വല്ല താഴ്വരയിലോ അതുപോലെ തന്നെ ആട്ടിൻകൂട്ടങ്ങളോടൊപ്പമോ ആയിക്കഴിഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി സമയമായാൽ നിന്റെ ശബ്ദം നീ ഉയർത്ത്. കാരണം നീ ബാങ്ക് കൊടുത്താൽ നിന്റെ ശബ്ദം ജിന്നുകൾ കേൾക്കും, മലക്കുകൾ കേൾക്കും, മറ്റുള്ളത് കേൾക്കുന്നവരൊക്കെ കേൾക്കും. അങ്ങനെ കേട്ടാൽ അവർ സാക്ഷി നിൽക്കും എന്നൊക്കെ ഹദീസിലുണ്ട്. അവൻ മനുഷ്യന്മാർ സംസാരിക്കുന്ന മറ്റുള്ളവർ കേൾക്കും. അങ്ങനെ കേട്ടു എന്ന് വിശ്വസിച്ചാലോ അവർ കേൾക്കുമെന്ന് പറഞ്ഞാലോ അതൊന്നും ശിർക്കാവുകയില്ല. അതൊന്നും കേൾക്കുക, കൃത്യമായി ഇവർ നടത്തുന്ന ആ ഇവരുടെ തനി സ്വഭാവം എന്ത് എന്ന് ബോധ്യപ്പെടുത്തരാം. അദ്ദേഹം വായിക്കുന്നത് ഒന്നുകൂടി നിങ്ങൾ കേൾക്കുക. ഈ പറഞ്ഞ അലി മദനി തന്നെ. എന്താ സംഭവം? അവരുടെ മൗലവി എഴുതി എന്ന കണ്ണട വെച്ച് പ്രായം ചെന്ന ഒരു മൗലവിയെ കാണിച്ചു തന്നില്ലേ? കൊണ്ടോട്ടിക്കടുത്ത അബ്ദുൽ ജബ്ബാർ മൗലവിയാണ്. അദ്ദേഹം കൂടി പത്രാധിപ സമിതിയായിട്ടുള്ള ഇസ്ലാഹിൽ എഴുതി 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാം 42ാമത്തെ പേജ്. ഇനി ഇതിലെ പത്രാധിപ സമിതി എന്ന് ഞാൻ വായിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാനോ ആരൊക്കെ ഉള്ളത് അറിയാം നിങ്ങൾ? പത്രാധിപ സമിതി ഹുസൈൻ സലഫി, ഡോക്ടർ KK സക്കരിയ സലാഹി, പി അബ്ദുൽ ജബ്ബാർ മൗലവി, MP ഖാദർ കരുവമ്പൊയ്യൽ, ഷാഫി സലാഹി ചങ്ങരേരി, അബ്ദുൽ ഖാദർ കൊണ്ടോട്ടി, ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ്, അമീർ ഒതുക്കുങ്ങൽ. ഇതിൽ എഴുതിയിട്ടുള്ള ഏതാനും ആളുകൾ വാദപ്രതിവാദത്തിലുണ്ട്. അതിൽപ്പെട്ടാണ് അബ്ദുൽ ജബ്ബാർ മൗലവി. എന്താ എഴുതിയത്? 42ാമത്തെ പേജ്. സംഭവം എന്താ അറിയോ? കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടു, കുടുങ്ങിപ്പോയി. അപ്പൊ അവിടുന്ന് മലക്കു കേൾക്കും, ജിന്ന് കേൾക്കുമെന്ന് കരുതിയിട്ട് പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞല്ലോ 22 ക്യാരറ്റ് ശിർക്കാണ്. കേട്ടോ, 22 ക്യാരറ്റ് ശിർക്കാണ് എങ്കിൽ ആ 22 ക്യാരറ്റ് ശിർക്ക് എവിടെ പ്രാർത്ഥന തൗഹീദ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി പുസ്തകം യുവത പ്രസിദ്ധീകരിച്ചത്
ഒന്നുകൂടി കേട്ടോ, ഇത് ഇസ്ലാഹല്ല, പ്രാർത്ഥന തൗഹീദ്. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. മറുപടി പറയുന്നവർ പറയണം, വിശദീകരിക്കുന്നവർ വിശദീകരിക്കണം. എന്താ പറയുന്നത് കേട്ടോളൂ. വിജനപ്രദേശത്ത്, വിജനപ്രദേശം ഞാൻ വ്യാഖ്യാനിക്കട്ടില്ല, വിജനമായ ഒരു പ്രദേശം, ആ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള, അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ളത് എന്താ? ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള, വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട്, അപ്പൊ ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, ജിന്നുകൾക്കും മലക്കുകൾക്കും കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അത് പ്രാർത്ഥനയല്ല. അപ്പൊ ജിന്നുകളോട് സഹായം തേടാം, നിങ്ങളുടെ ഭാഷ പ്രാർത്ഥിക്കാം എന്ന് ചെറിയ മുണ്ടം എഴുതിയത്, ശബാബിൽ എഴുതിയത് നിങ്ങൾ സമാഹരിച്ച് ബുക്കാക്കി യുവത വിറ്റ് കാശാക്കുന്നു. 22 ക്യാരറ്റ് ശിർക്ക്. ആ 22 ക്യാരറ്റ് ശിർക്ക് എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. ആരെയാ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ആരെയാ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇനി അബ്ദുൽ ഹമീദ് മദനി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റൂല, മൂപ്പരിങ്ങനെ ആടിയാടി നിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് പറ്റൂല. ഇത് അടുത്തത് ഇതവിടെ പുത്തൻ ശബാബ. ഇത് ഇന്ന് പൊട്ടിക്കേട്ടോ, ആദ്യമായിട്ട് കാണാതെ അവിടെ ഒരു നന്നായിട്ടൊന്ന് കണ്ടോട്ടെ. ഇതുവരെ കാണിച്ചിട്ടില്ല, നമ്മൾ വിളിച്ചു വെച്ചിരുന്നേ. ഇന്നെന്തായാലും പൊട്ടിച്ചേക്കാന്ന് വിചാരിച്ചു. ഇന്നിറക്ക എന്താ സംഭവം? ഇതിപ്പോ ഇന്ന് ലേറ്റസ്റ്റ് ആണ് ശബാബ്. 2005 എഴുതി വെക്കണം, ലക്കം വായിച്ചു നോക്കണം, കിട്ടുമെങ്കിൽ. 2005 ജൂലൈ 1 ശബാബ്, ജൂലൈ 1 ശബാബ്. ഇതിലെന്താ സംഭവം അറിയോ? പണ്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, വടകൂരേക്ക് അറിയാം, നമുക്ക് അറിഞ്ഞൂടാ. മുമ്പൊരു സംഭവം ഉണ്ടായി. മഹദി ഹാജറ റളിയല്ലാഹു അൻഹാ സഫാ മർവ കുന്നിന്റെ ഇടയിൽ പെട്ടുപോയി. വെള്ളമില്ല, വെള്ളമില്ലാത്ത ഘട്ടം. ആ സഫാ മർവ കുന്നിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാജറ ബീവി ഓടി. ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി, ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി. അതേ കാരിട്ടടിക്കുന്ന പിഞ്ചോമലയുടെ ഇസ്മായിലിന്റെ തൊണ്ട നിലക്കാൻ ഒരൽപ്പം വെള്ളം അന്വേഷിച്ചുകൊണ്ട് ഹാജറ ബീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അവസാനം ഒരു ശബ്ദം കിട്ടും, ഒരു അശരീരി. അശരീരി കേട്ടപ്പോ ഹാജറ ബീവി ചോദിച്ചു, നിന്റെ കയ്യിൽ വല്ല സഹായം ഉണ്ടെങ്കിൽ എന്നെ സഹായിക്ക്. ആ അശരീരി പുറപ്പെടുവിച്ചാരാ? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പൊ ഒരു മലക്കാണുള്ളത് അല്ലെ, മലക്കിന്റെ ശബ്ദമാണ് ആര് കേട്ടത്? ഹാജറ ബീവി കേട്ടത്. ആ ശബ്ദം കേട്ടപ്പോ ഹാജറ ബീവിക്ക് മനസ്സിലായി അവിടെ എന്തോ ഉണ്ട്, ആരുണ്ട്, അവിടെ മലക്കാണുള്ളത്. അപ്പൊ ഹാജറ ബീവി ചോദിച്ചു, നിന്റെ കയ്യിൽ വല്ല സഹായം ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ മുസ്ലിയാക്കന്മാർ ഇത് നമുക്കെതിരെ തെളിവായിട്ട് ഉദ്ധരിക്കുക കണ്ടോ. അപ്പൊ ഹാജറ ബീവി ശിർക്ക് ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഹാജറ ബീവി ശിർക്ക് ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? കാരണം മലക്കാണുള്ളത്, മലക്കിന്റെ ശബ്ദം കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഹാജറ ബീവി പറയാണ്, വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായം ഉണ്ടെങ്കിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്ക് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ജിബ്രീലിനോട് സഹായം തേടി ആര് സഹായം തേടി? ഹാജറ ബീവി സഹായം തേടി. ഇത് മുജാഹിദികൾക്കെതിരെ ഖുറാഫികൾ, നമ്മുടെ നാട്ടിൽ കുബൂരികൾ, അള്ളയില്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടെത്തി നടക്കുന്നവർ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ, റബ്ബിന്റെ കലാമിനെ വളച്ചൊടിക്കുന്നവർ, ഈ നിലക്ക് മുജാഹിദികൾക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോ സലാസുല്ലമി മറുപടി എഴുതുക. അബ്ദുൽ സലാസുല്ലമി അദ്ദേഹം മറുപടി എഴുതുക. കേട്ടോളൂ, അതിനകത്ത് ആദ്യം പറഞ്ഞത് കേട്ടോ, നിങ്ങൾ നന്നായി പറഞ്ഞുതരാം. കാരണം ഇവര് ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നവർ ആരാണെന്ന് സലാസുല്ലമി ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഹാജറ ബീവിയുടെ മലക്കിനോടുള്ള ഈ സഹായം തേടൽ. അപ്പൊ ഹാജറ ബീവി ആരോടാ സഹായം തേടിയത്? മലക്കിനോടുള്ള ഈ സഹായം തേടൽ ബ്രാക്കറ്റിൽ ഇസ്തിഗാസ ശിർക്കാണെന്ന് ഒരു വഹാബിയും വാദിച്ചിട്ടില്ല. അപ്പൊ അതെന്തല്ല, ശിർക്കല്ല, ശിർക്കാണെന്നൊരു വഹാബിയും വാദിച്ചിട്ടില്ല, വാദിക്കുകയുമില്ല. നാളെ ഞങ്ങൾ വാദിക്കുമോ? അതുമില്ല. കാരണം എന്താ? ഈ പുരോഹിതന്മാർക്ക് കാര്യകാരണ ബന്ധത്തിനപ്പുറം അഭൗതിക മാർഗം, മറഞ്ഞ വഴി എന്നെല്ലാം പറയുന്നതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാവാതെ പോയതാണ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുതുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. അപ്പോ ഇവരില്ല, പുരോഹിതന്മാർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് കേട്ടോളൂ, ഹറാം തിന്നുന്നവർക്ക്, ഇതെന്റെ വാചകല്ല, സലാസുല്ലമി എഴുതിയ വാചകമാണ്. ഹറാം തിന്നുന്നവർക്ക് സത്യം ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് വളരെ യാഥാർത്ഥ്യമാണ്. കണ്ടോ? അപ്പൊ ഹറാം തിന്നുന്നവർ സത്യം മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ഹാജറ ബീവിയുടെ സംഭവം മനസ്സിലാക്കാൻ കഴിയാത്തവൻ അവരെ സംബന്ധിച്ച് ഹറാമ് തിന്നുന്നതുകൊണ്ടാണ്. ഹലാൽ തിന്നാല് സത്യം മനസ്സിലാകും. ഇതൊന്നും ഞാൻ പറയല്ല, ആര് പറയാ? സലാസുല്ലമി. എന്നിട്ടിതാ ഇതിന്റെ അവസാനം, ഈ വിശദീകരണം തീരുന്നില്ല, ഇതിന്റെ അവസാനം നീ ഇവിടെ കൃത്യമായി ഞാൻ കാണിക്കേണ്ടത്, കൃത്യമായി ഈ ഇസ്ലാഹിൽ എന്താ ഉള്ളത് അത് തന്നെ ഇതിലുണ്ട്. പക്ഷേ ഇസ്ലാഹിൽ പറഞ്ഞത് പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു പോകുന്ന ഒരാൾ നടന്നു പോകുന്നതിനെ പറ്റിയാ പറഞ്ഞത്. എന്നാൽ ഇതിൽ പറയുന്നത് നോക്കൂ, എന്താ പറയുന്നത്? നാം പറയുന്ന വാദം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇവർ ഗണ്ഡനം എഴുതുന്നത്. നമ്മളിവിടെ അലിമല്ലാക്ക് നടത്തിയ തിരുമറിയിട്ടില്ല, അതുപോലെ എന്താ പറയുന്നത് അറിയില്ല, നമ്മുടെ വാദം എന്താണെന്ന് അറിയാതെയാണ് മറുപടി എഴുതുന്നത്. ഇദ്ദേഹം സലാസുല്ലമി ഒരു ഉദാഹരണം പറയാണ്. ഒരു മുസ്ലിയാർ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു, വിജനപ്രദേശം,
മരുഭൂമിയിൽ ഒരു മുസ്ലിയാര് അകപ്പെട്ടു. ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടം ഓടുകയാണ്. മരുഭൂമിയിൽ അകപ്പെട്ടപ്പോ വെള്ളമില്ല. ആ വെള്ളം കിട്ടാൻ അയാൾ നെട്ടോട്ടം ഓടുകയാണ്. അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു. ആര് ആര് ഈ ആളുണ്ടല്ലോ, ഈ വിജയ പ്രദേശത്ത് പോയ ഒരു മുസ്ലിയാര്, വെള്ളം കിട്ടാത്ത മുസ്ലിയാര്, അയാൾ ഒരു അശരീരി കേൾക്കാണ്. ഹാജറ ബീവിയുടെ സംഭവത്തെ അടിസ്ഥാനമാക്കി അയാൾ ആ ശബ്ദം പുറപ്പെടുവിച്ച ആളെ ഉദ്ദേശിച്ചുകൊണ്ട് നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് ദയനീയമായി സഹായതേട്ടം നടത്തിയാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. അശരീരി കേട്ടപ്പോ മുസ്ലിയാർ പെട്ടെന്ന് ചിന്തിക്കാണ്, പണ്ടിങ്ങനെ അശരീരി ഹാജറ ബീവി കേട്ടോ, ഒരു മലക്ക് വന്നിട്ട്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? മലക്കുണ്ടാവും. അപ്പോ എനിക്ക് വെള്ളം തരണേ എന്ന് ചോദിച്ചാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. സലാസുലമി പറയാം, മലക്കിനോട് പ്രാർത്ഥിക്കാം. ബാധ പറയാമോ? നാളെ എങ്ങനെ ബാധ പറയുമോ? ചെറിയ മുണ്ടം എഴുതിയതിന് ബാധ പറയുമോ? സലാസുലമി എഴുതിയതിന് ബാധ പറയുമോ? ഇസ്ലാമിൽ കണ്ടത് 22 ക്യാരറ്റ് ശിർക്കാണെങ്കിൽ അതിന് തത്തുല്യമായ വാചകം ചെറിയ മുണ്ടം എഴുതിയാൽ തൗഹീദാകുമോ? യുവത പ്രസിദ്ധീകരിച്ചാൽ തൗഹീദാകുമോ? സുല്ലമി എഴുതിയാൽ തൗഹീദാകുമോ? ശബാബിൽ വന്നാൽ തൗഹീദാകുമോ? അതോ മാറ്റു കുറയുമോ? നമുക്കറിഞ്ഞൂടാ. ഇസ്ലാമിൽ എഴുതിയ മാറ്റു കൂടും, ശബാബിൽ എഴുതിയാൽ മാറ്റു കുറയും. കാര്യം കാര്യപ്പെട്ട ആളുകളാണ് ഇസ്ലാമിന്റെ പത്രാധിപ സമിതിയിലുള്ളത്. അങ്ങനെയാണോ? എന്താ ഒന്ന് തെളിച്ചു പറ. ഈ നാട്ടിലെ കുട്ടികളെ പോലും ഈ പ്രസ്ഥാനത്തിനെതിരെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സമർപ്പിക്കുന്നു 3 തെളിവുകൾ, 2 തെളിവുകൾ ഇതാ ഇതിനോടൊപ്പം. തൽക്കാലം 3 എന്ന് പറഞ്ഞത് വാക്ക് പഠിച്ചു പോയതല്ല. 3 ചോദിച്ചാൽ 3 തരും. നാക്ക് പഴവെന്നല്ല. 3 ഇനി ഒന്നുകൂടി ചോദിച്ചാൽ ഒന്നുകൂടി തരും. ഇനി അത് എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ബേജാറാണ്. ഇനിയിപ്പോ അതിന് ബേജാറാണ്. കാരണം ഞാൻ നാളെ മരിച്ചു പോയാലും 3ാമത്തെ തെളിവ് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൂടെ പറഞ്ഞ കഥ. ഇത് തൗഹീദ് സമഗ്ര പഠനം. ഇതിനകത്തോണ്ട് ഇത് സലാസുലമി എഴുതിയ തൗഹീദ്. മദനിമാരും സലാഹിമാരും സുലൈമാരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി തപ്പിയാൽ കിട്ടും ഇത്. എന്ത് തൗഹീദ്? ഒരു സമഗ്ര പഠനം സലാസുലമി ഈ പുസ്തകത്തിൽ ഇത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും വായിച്ചു പഠിക്കാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന് കിട്ടുക ഇറങ്ങിയതാ. അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ഞങ്ങൾ തോറ്റുപോയി തോറ്റമ്പീന്ന് വിചാരിച്ച് ഞങ്ങൾ പോകുന്നു വിചാരിച്ചോ? ഇതൊക്കെ എത്ര മുമ്പ് ഞങ്ങൾ കൃത്യമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മറുപടി പറഞ്ഞു തന്നിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെയും ഇവരിങ്ങനെ എന്തോ കിട്ടിയ രൂപത്തിലാണ്. പണ്ഡിതൻ കളവ് പറഞ്ഞാണ് സ്വീകരിച്ചോന്നാണ് പറയുന്നത്, പേടിപ്പിക്കുന്നത്. എന്നിട്ട് ഇയാൾ ഒരു വലിയ കളവ്, ഒരു വലിയ ബഡായി. എന്താ ബഡായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം വലിയ ബഡായി പറയാൻ. രാത്രി മാത്രം പകലും ജിന്നിനോട് സഹായം ചോദിക്കാനാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ്. നമ്മൾ അറിഞ്ഞ മാതിരി മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്ന വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം വെച്ചാൽ മരുഭൂമിയെ ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്. ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡുമില്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാലം സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് അള്ളാനോട് മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലെന്നാ. ഇപ്പൊ പറഞ്ഞത് അള്ളാനോടും പ്രാർത്ഥിക്കാം, ജിന്നിനോടും പ്രാർത്ഥിക്കാം, പിശാചിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ പറയുള്ളൂ. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവുദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതോട്ട് ഇങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. പറഞ്ഞെന്താ വെച്ചാൽ അപ്പൊ കുടുങ്ങാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളൂ. ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലെ സഹായത്തേട്ടം അതിലില്ല. അതുകൊണ്ട് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരനെ പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാന്ന് പറയുന്നത്. കണ്ടോ? ആ വാചകം കോട്ടിപ്പാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്നാ തെറ്റതില്. ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബൗദികം എന്ന് പറഞ്ഞാൽ എന്താണ്, മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒയ്ബിയായത് എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഒരു വാചകം കിട്ടിയതുപോലെ ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കണ്ടേ? ഇവര് പണ്ടേ ചോദിക്കണ്ടേ? പണ്ടേ ഇവര് ചോദിക്കാണ്ട് ഈ ചോദ്യം എന്ത്? യാ ഇബാദല്ലാ എന്നില്ലേ ഹാജറ ബീവി. ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മറുപടിയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രീൽ അവിടെ വന്ന് നിന്നപ്പോ എന്ന് ചോദിച്ചില്ലേ?
അത് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദിൽ മറുപടി പറയാം. വീണ്ടും ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യുക്കും ആരാണ് അർസിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവർ പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദിൽ മറുപടി ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാത്രല്ല, അന്ന് ശബാബിൽ ഒന്നൊരു ചോദ്യമുണ്ട്, ഇതേ ചോദ്യം തന്നെ. 1983 ആ കാലയളവ്, 90 ഇടയിലുള്ള കാലയളവിൽ ശബാബിൽ വന്ന ചോദ്യം. ആ ചോദ്യോത്തരം തൗഹീദ്, പ്രാർത്ഥന, തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇപ്പോഴും വിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക, അവിടെയുണ്ട് ഇത്. ഈ വാദ്യം ഉണ്ട്, കേട്ടോളൂ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. ഖുറാഫിയുടെ ചോദ്യത്തിന് മറുപടി പറയാം. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. ഇനി അടുത്ത വാചകം കേട്ടോ. എന്നാൽ അദ്ദേഹം ജിന്നിനോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അടുത്ത വാചകം കേട്ടോ. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഇത് ശബാബിനും കൃത്യമായി മുമ്പ് എഴുതിയത ആ ചോദ്യോത്തരം തന്നെ യുവത പ്രസിദ്ധീകരിക്കുന്ന പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി ഇന്നും ബുക്ക് സ്റ്റാളിച്ചാൽ കിട്ടും. അതിൽ വരെ മുജാഹിദിൽ കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ച ആശയം. ഒരു ഹദീസിന്റെ വിശദീകരണം ഇസ്ലാഹിൽ വന്നതിനെടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇവർ മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞു നടന്നത്. അപ്പൊ ഒന്നു മുതൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. ആദ്യം നമ്മുടെ പേരിൽ ആരോപണ എന്ത്? ജിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്ത്? യാ ഇബാദല്ലാഹ് എന്ന ഹദീസിനെ വിശദീകരിച്ച് ഒരു മുസ്ലിയാർക്ക് മറുപടി പറഞ്ഞ ആ ഭാഗം എടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് നമ്മുടെ മേൽ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ അതേ ചോദ്യത്തിന്റെ ഉത്തരം ചെറിയമുണ്ടം പറഞ്ഞു, അതുപോലെ തന്നെ വിശദീകരിച്ചു. അത് ശരിയാണ് എന്ന് അരിമദരി പറഞ്ഞു. അങ്ങനെ ജിന്നുകൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാം, തെറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് ചെറിയമുണ്ടം പറഞ്ഞത്. തെറ്റില്ല, യാതൊരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. വീണ്ടും ശബാബ് ന്യായീകരിച്ചു. ആ മറുപടി ശ്രദ്ധേയമായി എന്ന് പറഞ്ഞു. ആരോപണം അത് മറ്റൊന്നല്ല. എന്താ? ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. തിരുവനന്തപുരത്ത് ഒരു മുഖാമുഖം നടത്തി. അവിടെ ഈ വാദം ഇങ്ങനെ നാടുകളെ പറഞ്ഞു നടക്കുന്ന പലരും ആ സദസ്സിലുണ്ട്. ഞാൻ ചോദിച്ചു, ഒരു തെളിവ് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ പറഞ്ഞതിന് ഒരു തെളിവിന്റെ അംശം കാണിച്ചു തരാൻ ധൈര്യമുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാന്ന് പറഞ്ഞു. ഒരുത്തരം കണ്ടില്ല, വായിച്ചില്ല. എന്തേ വായിക്കാത്തത്? വായിക്കട്ടെ, ഇങ്ങനെ നാട്ടുകാരോട് പറയാ. അല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുന്നിൽ തെളിയിക്കാൻ സാധ്യമല്ല. തെളിയിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ തെളിവ് പറയാതിരുന്നത്. പിന്നെന്താ? പിന്നെ ഒരു ഇസ്ലാം മാസിക ഇങ്ങനെ എടുത്തു കാണിക്കും. 2007 ഏപ്രിൽ പുറത്തിറങ്ങിയ ഇസ്ലാം മാസിക. അതിന് ജബ്ബാർ മൗലവി, നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ, അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കള്ളനായകൾ പറയുന്ന കള്ളക്കച്ചവടക്കാരൻ നമ്മുടെ നാട്ടിലെ, അവര് പറയുന്ന ദുർന്യായങ്ങൾക്ക് മറുപടി പറയുകയാണ്. ആ മറുപടി പറയുന്നതിനിടയിൽ ഒരു വാചകം, ആ വാചകം ഇവർ മുറിച്ചു മാറ്റി. എന്താണ് ആ വാചകം? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും റാക്കറ്റിൽ മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിனைച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായം ഏട്ടമതിലില്ല. എടവണ്ണ സുല്ലമിയും ഇക്കാര്യം അംഗീകരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാകുന്നത്. നെല്ലിക്കുത്തി മുസ്ലിയാർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തൗഹീദ് സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിൽ സുല്ലമി തന്നെ പറയുന്നത് കാണുക. ഇങ്ങനെ ജബ്ബാർ മൗലവി എഴുതി പോയ ഒരു വാചകം, ആ വാചകത്തെ പിടിച്ചുകൊണ്ടാണ് ഇവർ ദുർവ്യാഖ്യാനിക്കുന്നത്, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു എന്ത്? അത് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന്. ആ തെറ്റിദ്ധാരണ ചില ആളുകൾ പഴർത്താൻ ശ്രമിച്ചപ്പോൾ തന്നെ, പലരും അത് പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ കൃത്യമായി ഇത് ഇസ്ലാഹാണ്, 2008 ജനുവരിയിലെ ഇസ്ലാഹ്. അതിലൊരു ചോദ്യം കൃത്യമായി കൊടുത്തു. എന്താ ചോദ്യം? ചോദ്യം മറ്റൊന്നല്ല, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം. നാളിതുവരെ ഇസ്ലാഹി പ്രസ്ഥാനം പ്രമാണങ്ങൾ ഉദ്ധരിച്ച് സ്ഥാപിച്ചതും അത് തന്നെയാണ്. എന്നാൽ ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി ജന്മം കൊണ്ട ഇസ്ലാഹ് മാസികയിൽ 2007 ഏപ്രിൽ ലക്കത്തിൽ വന്നൊരു ലേഖനത്തിലെ ചില പരാമർശങ്ങൾ അല്ലാഹു അല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിലേക്ക് മുജാഹിദ് പ്രസ്ഥാനവും എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിന് തെളിവായി ചില കുബൂരി മടവൂരി പ്രഭാഷകരും ലേഖകരും ഉദ്ധരിക്കുന്നു. പ്രസ്തുത ഉദ്ധരണി ചുവടെ എന്ന് പറഞ്ഞിട്ട് നേരത്തെ വായിച്ച ഉദ്ധരണി എടുത്തു കൊടുക്കാൻ. ഇതിനെക്കുറിച്ച് ഇസ്ലാഹിൽ ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു ഷമീർ കുറ്റിപ്പുറം. അത് കൃത്യമായി പത്രാധിപർ മറുപടിയും പറഞ്ഞു. എന്താ പത്രാധിപർ മറുപടി? ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രദാനം ചെയ്യുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേയില്ല.
പ്രദേശത്ത് നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിച്ചാൽ ശിർക്കാകുകയില്ലെന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. കൃത്യമായി 2008 ജനുവരിയിൽ വലിയ അക്ഷരത്തിൽ തന്നെ, കാരണം വെച്ചാൽ കണ്ണ് കാണാത്ത ആളുകളാണല്ലോ കൂടുതലും പടവരുടെ കൂട്ടത്തില്, ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞ വാചകത്തിലുണ്ടോ? ജബ്ബാർ മൗലവിയുടെ എന്ന് പറഞ്ഞ് വായിച്ച വാചകത്തിലുണ്ടോ? ആ വാചകത്തിലുമില്ല. നമ്മുടെ നാട്ടിലെ പടവൂരികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള കുപ്രചനങ്ങൾ നടത്തിയപ്പോൾ ഇസ്ലാഹിൽ തന്നെ അങ്ങനെ ജിന്നോട് സഹായം തേടാമെന്നാണ് മുജാഹിദുകളുടെ വാദം എന്നാണോ പറഞ്ഞത്? അല്ല, വ്യക്തമായി മറുപടി പറഞ്ഞു. നേരത്തെ അദ്ദേഹം വായിച്ച ആ ഉദ്ധരണി തന്നെ, ഇസ്ലാഹിൽ വന്ന ആ ഉദ്ധരണി തന്നെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഷമീർ കുറ്റിപ്പുറം എന്ന് പറയുന്ന ആള് 2008 ജനുവരി മാസത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അന്നു തന്നെ ഇസ്ലാഹ് നൽകിയ മറുപടി കേട്ടോളൂ. ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രതിദാനം ചെയ്യുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. വിജനപ്രദേശത്ത് നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും സുന്നത്തിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. ഇതാരാ പറഞ്ഞത്? ഇസ്ലാഹ് ഇവിടെ വായിച്ച ആ ഉദ്ധരണിയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. എപ്പോഴാണ്? 2008 ജനുവരി മാസത്തിൽ. 2008 ജനുവരി മാസത്തിലാണ് പറയുന്നത്. 2 വർഷമായി, 2 കൊല്ലമായി. ഇന്നലെ എഴുതി വെച്ചതല്ല, മിനിഞ്ഞാന്ന് എഴുതി വെച്ചതല്ല. എന്താ പറയുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല എന്നാണ് ഇസ്ലാഹ് പറയുന്നത്. എന്നാൽ അതിനെ മടവൂരികൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നടന്നു. മുസ്ലിയാക്കന്മാർ അത് ഏറ്റുപിടിച്ചു എന്ന് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ആ വാചകമോ അദ്ദേഹം വായിച്ച വാചകമോ അത്തരത്തിലുള്ള മറുപടി മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് കൊടുക്കാൻ തുടങ്ങിയതല്ല. വളരെ മുമ്പ് തന്നെ മുസ്ലിയാക്കന്മാർ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് തെളിവ് പരതാൻ തുടങ്ങി. നമുക്കറിയാം, കൊട്ടപ്പുറത്ത് വസൽമൻ അർസല ഖുർആനെ ദുർവ്യാഖ്യാനിച്ചു. അതിനു മുമ്പ് ഖുർആനെ ദുർവ്യാഖ്യാനിച്ചു. അതിനുശേഷം ഖുർആൻ തന്നെ തിരുത്തി ഒരു സഖാഫി, എന്നിട്ട് അതിനെ ദുർവ്യാഖ്യാനിച്ചു. അത് കഴിഞ്ഞിട്ടോ നമ്മുടെ കോട്ടക്കലിൽ ദുർവ്യാഖ്യാനിച്ചു. അത് മാത്രമാണോ? അത് മാത്രമല്ല, അതിനുശേഷം നമ്മുടെ കുന്നത്തേരിയിലെത്തിയപ്പോഴോ ഒരു ഹദീസിന്റെ തല മുഴുവൻ മുറിച്ചു മാറ്റി ഒരു കണ്ടം എടുത്തു വെച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചു. ഇങ്ങനെ ഓരോ തവണകളിലും മുസ്ലിയാക്കന്മാർ അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച്, ഹദീസുകൾ ദുർവ്യാഖ്യാനിച്ച് അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന ഏറ്റവും വലിയ വഴികേട് അത് പറയുമ്പോൾ പ്രചരിപ്പിക്കുമ്പോൾ അതിന് മുജാഹിദ് പ്രസ്ഥാനം ഉചിതമായ മറുപടി നൽകാറുണ്ട്. അതുപോലെ മുസ്ലിയാക്കന്മാർ സാധാരണ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു ഭാഗമാണ് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്ന ഹദീസിലെ ഒരു ഭാഗം. ആ ഭാഗം എടുത്തു വെച്ച് ദുർവ്യാഖ്യാനിക്കുമ്പോ വളരെ മുമ്പ് തന്നെ മുജാഹിദ് പ്രസ്ഥാനം അതിന് നൽകി വന്നൊരു മറുപടിയുണ്ട്. ആ മറുപടി ജബ്ബാർ മൗലവി മാത്രമല്ല, ഇസ്ലാഹ് മാത്രമല്ല, ചെറിയ മുണ്ടം നൽകിയിട്ടുണ്ട്, ശബാബിൽ കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണെന്നല്ല, നേരെ മറിച്ച് അതേ ഉദ്ധരണി തന്നെ എടുത്ത് പ്രാർത്ഥനാ തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിലുണ്ട്, നിത്യജീവിതത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ എന്ന പുസ്തകത്തിലുണ്ട്. അങ്ങനെ ഒന്നിലധികം പുസ്തകങ്ങളിൽ ഇപ്പോഴും യുവത വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളിൽ ഉണ്ടെന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ഡിസംബർ 2009 ഡിസംബർ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന് മുമ്പ് ഇറങ്ങിയ ശബാബ്, ആ ശബാബിലടക്കമുണ്ട്. ഇപ്പൊ വായിച്ച ആ ഉദ്ധരണി. മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന തൗഹീദ് ശരിയല്ല, ഭൗതികം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട്, അദൃശ്യം ദൃശ്യം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യാഖ്യാനം, ആ വിശദീകരണം ശരിയല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിന് 1, 2, 3, 4 എന്നിങ്ങനെ അക്കമിട്ടുകൊണ്ട് ജബ്ബാർ മൗലവി മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ വന്ന ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റിക്കൊണ്ടാണ് ഈ ദുർവ്യാഖ്യാനം ഇവർ നടത്തുന്നത്. ഇവിടെ ഇരിക്കുന്ന ജബ്ബാർ മൗലവിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്ന വാചകം തെറ്റാണെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തിരുത്തുമെന്ന ബോധ്യത്തോടെ
ഞാൻ പറയുകയാണ്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നോ, ഒരാൾക്ക് പ്രയാസം നേരിട്ടാൽ ജിന്നിനോട് സഹായം തേടാമെന്നോ ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനം പറയില്ല, പറഞ്ഞിട്ടില്ല, പറയുകയില്ല, പറയുമെന്ന് പറയാൻ പോലും സാധ്യമല്ല. ആ നിലക്ക് കൃത്യമായി ബോധ്യപ്പെട്ട തെളിവുകൾ കൊണ്ട് മുജാഹിദുകൾ സമർത്ഥിക്കുന്ന കാര്യമാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് പറയുമ്പോൾ, ദൃശ്യാദൃശ്യ വിശദീകരണം നടത്തുമ്പോൾ, കാര്യകാരണ ബന്ധങ്ങൾ വിശദീകരിക്കുമ്പോൾ, അഭൗതിക ഭൗതിക വ്യത്യാസങ്ങളെ വിശദീകരിക്കുമ്പോൾ, അങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ദുർവ്യാഖ്യാനങ്ങളുമായി കടന്നു വരുന്നവർക്ക് ചുട്ട മറുപടി മുജാഹിദ് പണ്ഡിതന്മാർ മുമ്പും നൽകാറുണ്ട്, ഇപ്പോഴും നൽകാറുണ്ട്, എന്നും നൽകാറുണ്ട്. അങ്ങനെ പൊതുവായി എല്ലാവരും നൽകാറുള്ള ഒരു മറുപടിക്ക് സമാനമായ മറുപടി ജബ്ബാർ മൗലവി നൽകിയപ്പോൾ സാധാരണക്കാർക്ക് അവർക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കി സന്ദർഭത്തിൽ നിന്ന് ആ ലേഖനത്തിന്റെ ഒരു പരാമർശത്തെ അടർത്തി മാറ്റിക്കൊണ്ട് ദുർവ്യാഖ്യാനിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഊരു ചുറ്റുന്ന മടവൂരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ് ആ പരാമർശം എന്നറിയുമോ? ഞാൻ വ്യക്തമായി വായിച്ചു കേൾപ്പിക്കാം. എന്താണ് ആ പരാമർശം? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വടിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ബ്രാക്കറ്റിൽ മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഇതുകൊണ്ട് ജബ്ബാർ മൗലവി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെ തേടാമെന്നോ അല്ലെങ്കിൽ ജിന്നെ സഹായിക്കണേ എന്ന് പറയാമെന്നോ മലക്കെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയാമെന്നോ ഒന്നും ആ പരാമർശത്തിലില്ല. നേരെ മറിച്ച് ഭൗതിക അഭൗതിക വ്യത്യാസം എന്ത് എന്ന് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി നടത്തിയ ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ജിന്നുകളോട് സഹായം തേടാം, പ്രാർത്ഥിക്കാം എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന പച്ചനുണ പറഞ്ഞു പരത്തുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് ജബ്ബാർ മൗലവി മാത്രം നടത്തിയ ഒരു പരാമർശമാണോ? ജബ്ബാർ മൗലവി മാത്രം നടത്തിയ പരാമർശമാണോ? അല്ലെങ്കിൽ ആ വാചകം ശിർക്കാണോ? അതല്ല എല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന എന്നതിലേക്കുള്ള സൂചനയാണോ? അങ്ങനെ സൂചനയാണ് എന്ന് സമ്മതിക്കുകയാണെങ്കിൽ മറുപടി പറഞ്ഞു തരേണ്ട ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. എന്താണ് ഒരു പ്രശ്നം എന്നറിയുമോ? എന്റെ കയ്യിലുള്ള പുസ്തകം പ്രാർത്ഥനാ തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പേരിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഈ പുസ്തകത്തിൽ ജബ്ബാർ മൗലവി എഴുതിയ വാചകം, ആ വാചകം അങ്ങനെ തന്നെ ചെറിയ മുണ്ടം എടുത്തുദ്ധരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കോട്ട് ചെയ്യുന്നതല്ല, നേരെ മറിച്ച് ആ ആശയം തന്നെ ചെറിയ മുണ്ടം എഴുതുന്നു. എന്താ വാചകം കേട്ടോളൂ. ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവെന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്ക് ആർക്കും കൊടുക്കാത്ത കഴിവാണ്. ഇങ്ങനെ ജിന്നുകളുടെ കഴിവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ പുസ്തകത്തിന്റെ തന്നെ 103-ാമത്തെ പേജിൽ വീണ്ടും പറയുകയാണ്, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഇതാരാ പറയുന്നത്? ചെറിയ മുണ്ടം. എന്താ പറഞ്ഞത്? ജബ്ബാർ മൗലവി പറഞ്ഞ വാചകം, ആ വാചകം മറ്റൊരു രൂപത്തിൽ പറയുകയാണ്, കേട്ടോളൂ. വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പോൾ അത് പ്രാർത്ഥനയാണെന്ന് പറയാൻ പറ്റുമോ, അഭൗതികമെന്ന് പറയാൻ പറ്റുമോ എന്ന ചർച്ചയാണ് ചെറിയ മുണ്ടം അവിടെ നടത്തുന്നത്. എന്നാൽ സന്ദർഭത്തിൽ നിന്ന് അത് അടർത്തി മാറ്റി കണ്ടോ, മടവൂരി നേതാവായ ചെറിയ മുണ്ടം ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു, മലക്കിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു എന്ന് നാടുനീളെ പ്രചരിപ്പിച്ചാലോ? ഇനി അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. മടവൂരികളുടെ തന്നെ അറിയപ്പെട്ട നേതാവായ സലാം സുല്ലമി, അദ്ദേഹം ശബാബിൽ എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിൽ എന്താണെന്നറിയോ? നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം, ഹാജറ ബീവിയുടെ സംഭവം. ഹാജറ ബീവി ആ മക്ക എന്ന പ്രദേശത്ത്, ആ വിജനമായ പ്രദേശത്ത്, ഒരു ചെടി പോലും ഇല്ലാത്ത, ഒരൽപ്പം വെള്ളമില്ലാത്ത പ്രദേശത്ത് തന്റെ പിൻഡോമനയുമായി ഒറ്റപ്പെട്ടു പോയി. നമുക്കറിയാം, സഫാ മർവക്കിടയിൽ ഹാജറ ബീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, കുട്ടിക്ക് ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി. ആ സമയത്ത് ഒരു ശബ്ദം കേട്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്നു അത്. ആ ശബ്ദം പുറപ്പെടുവിക്കപ്പെട്ട സ്ഥാനത്തേക്ക് തിരിഞ്ഞിട്ട് ഹാജറ ബീവി ചോദിച്ചു, നിന്റെ കയ്യിൽ വല്ല സഹായം ഉണ്ടെങ്കിൽ എന്നെ സഹായിക്ക്. ഈ ഹദീസ് എടുത്തുകൊണ്ട് സാധാരണ നമ്മുടെ നാട്ടിലെ കുബൂരികൾ അള്ളയില്ലാത്തവരോട് പ്രാർത്ഥിക്കാം, അഭൗതികമായി മറ്റുള്ളവരോട് സഹായം തേടാമെന്ന് സാധാരണ പറയാറുണ്ട്. അങ്ങനെ ഒരു മുസ്ലിയാർ തെളിവ് ധരിച്ചപ്പോ സലാം സുല്ലമി തന്റെ ലേഖനത്തിൽ അതിന് മറുപടി പറയുന്നു. എന്താ പറയുന്നത് കേട്ടോളൂ. ഹാജറ ബീവിയുടെ മലക്കിനോടുള്ള ഈ സഹായം തേടൽ ബ്രാക്കറ്റിൽ ഇസ്തിഹാസ ശിർക്കാണെന്ന് ഒരു വഹാബിയും വാദിച്ചിട്ടില്ല, വാദിക്കുകയുമില്ല. ഈ പുരോഹിതന്മാർക്ക് കാര്യകാരണ ബന്ധത്തിനപ്പുറം അഭൗതിക മാർഗം, മറഞ്ഞ വഴി എന്നെല്ലാം പറയുന്നതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാവാതെ പോയതാണ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുതാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഹറാം തിന്നുന്നവർക്ക് സത്യം ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് ഇമാം ഗസാലിയെ പോലുള്ള പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് വളരെ യാഥാർത്ഥ്യമാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണത്തിൽ പറയാ. എന്താ ഉദാഹരണം കേട്ടോളൂ. ഈ സംഭവത്തിന് ഉദാഹരണം പറയാണ്. നോക്കുക,
നാം പറയുന്ന ഈ വാദം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇവർ ഖണ്ഡനം എഴുതുന്നത്. എന്നിട്ട് ജബ്ബാർ മൗലവി പറഞ്ഞ പോലെ ഒരു ഉദാഹരണം സലാം സുല്ലമി തന്റെ ലേഖനത്തിൽ എഴുതുക. കണ്ടോളൂ എന്താ പറയുന്നത്. ഒരു മുസ്ലിയാർ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു, വിജനപ്രദേശത്ത് അകപ്പെട്ടു. ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടമോടുകയാണ്. വെള്ളമില്ല കുടിക്കാൻ, മരിക്കാറായി. അങ്ങനെ നെട്ടോട്ടമോടുകയാണ്. അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു. അശരീരി പലതുകൊണ്ടും കേൾക്കാലോ. അങ്ങനെ അശരീരി കേട്ടു. ആ ഹാജറ ബീവിയുടെ സംഭവത്തെ അടിസ്ഥാനമാക്കി അയാൾ ആ ശബ്ദം പുറപ്പെടുവിച്ച ആളെ ഉദ്ദേശിച്ചുകൊണ്ട് നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് ദയനീയമായ സഹായതേട്ടം നടത്തിയാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. അപ്പോ ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടു പോയി, ഒരു ശബ്ദം കേട്ടു. അപ്പൊ അയാൾ ചിന്തിക്കാണ്, ഹാജറ ബീവിയുടെ അടുക്ക പണ്ട് മലക്ക് വന്നിട്ടുണ്ട്, ആ മലക്ക് ഇവിടെ വന്നാലോ, ആ മലക്ക വരും, അങ്ങനെ എനിക്ക് വെള്ളം തരും എന്നയാൾ ധരിച്ചിട്ട് എനിക്ക് വെള്ളം തരുമോ, ആ ശബ്ദം പുറപ്പെടുവിച്ച ആൾ ഉദ്ദേശിച്ചിട്ട് എനിക്ക് വെച്ചിട്ട് വെള്ളം തരുമോ എന്ന് ചോദിച്ചാൽ, സഹായം ആവശ്യപ്പെട്ടാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. കണ്ടോ, ഇത് സലാം സുല്ലമി എഴുതാ. അപ്പോ ചെറിയ മുണ്ടം എഴുതി, സലാം സുല്ലമി എഴുതി, ജബ്ബാർ മൗലവി എഴുതി. എന്താണ് തങ്ങൾക്ക് പറയാനൊരു വാദം എന്ന് അന്വേഷിച്ചിരുന്ന ഈ വടമൂരികൾ ജബ്ബാർ മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തിമാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളം പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. അവരെ വിളിച്ചു ദുആനെയിരുന്നെങ്കിൽ അങ്ങനെ ബദർമാലയിലില്ല, ഞങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് സ്വീകാര്യമില്ല. അത് പറയൂ നിങ്ങൾ. അപ്പൊ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന നിങ്ങൾ അള്ളയല്ലാത്തവരെ ആരാധിക്കാമെന്നാണ് യഥാർത്ഥത്തിൽ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശിർക്കാണ്, കുഫ്റാണ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അതേ ശൗക്കാനിയെ സംബന്ധിച്ച് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു, എന്താ ശൗക്കാനി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്, തെളിവ് പിടിക്കാം എന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്നാരാ പറഞ്ഞത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നുപോയി, ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പ് എടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്, ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. കാണാത്തവരോട് സഹായം തേടാം. അതിനിപ്പോ ആർക്കും തർക്കില്ല. ആർക്കാ തർക്കം? ഒരാൾ കുളിമുറിയിരിക്കുമ്പോ ഭാര്യ അടുക്കളയിലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന വരുന്നില്ല, ഭാര്യയുള്ളത്, മോളെ ആ സോപ്പിംഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷെ മലക്കിനെ കാണുന്നില്ല. ഏതാ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഹാജറ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അവ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ശൗക്കാനി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കിക്കേണ്ട കാര്യം ഇല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല, അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല. നേരെ മറിച്ച് കണ്ടുകൊണ്ട് കാണാത്തൊന്നിനോട് സഹായം തേടാമോ ഇല്ലയോ എന്നല്ല നമ്മെ സംബന്ധിച്ച തർക്കം. ഇനി സാക്ഷാൽ മുഹീദ്ദീൻ ശൈഖ് തന്നെ നമ്മൾ അതിനപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ മൈക്കിലൂടെ പറഞ്ഞ മുഹീദ്ദീൻ ശൈഖ് അവിടുന്ന് കേൾക്കുകയാണെന്ന് വിചാരിക്കാം. ഓ മുഹീദ്ദീൻ ശൈഖ് സുഖാണോ, ഒന്നിങ്ങ് വന്ന് മുയിലാർക്കൊന്ന് മറുപടി പറയോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് വാദില്ല. ഇവിടെ കണ്ട് കാണാൻ കഴിയാത്ത ആ പരിധിയിൽ, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ആ വ്യക്തിയുണ്ട് എങ്കിൽ അയാളോട് ചോദിക്കാം. ഇനി മൂസ മുസ്ലിയാർ തന്നെ പുറത്തേക്ക് പോയി, മൂസ മുസ്ലിയാരെ നിങ്ങൾ പോവുകയാണോ എന്ന് നിങ്ങളെ കാണാതെ ഞാൻ വിളിച്ചു ചോദിച്ചാൽ മൂസ മുസ്ലിയാർ പുറത്തുനിന്ന് ഉത്തരം നൽകിയാലും ഇല്ലെങ്കിലും അതിലൊരു തെറ്റുമില്ല, ഒരു കുറ്റവുമില്ല. അത് ശൗക്കാനി പറഞ്ഞു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് കേട്ട് പഠിക്കണം. ചോദ്യം ചോദിക്കാൻ മാത്രമല്ല, നിങ്ങൾ ഉത്തരം കൂടി കേൾക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല.
പറ്റില്ല, മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അതുപോലെ പടപ്പുകളോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അല്ലാത്തൊരു പടപ്പിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇത് അടിസ്ഥാനപരമായ കാര്യമാണ്. രണ്ടു തരത്തിലുണ്ട് കാര്യം. ഒരു കാര്യം കൂടി ക്ലിയർ ആക്കിക്കോ, രണ്ടു തരത്തിലുണ്ട് കാര്യം. ഒന്ന് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അത് പടപ്പുകളോട് ചോദിക്കാൻ പറ്റൂല, ഒരു ജിന്നിനോട് ചോദിക്കാൻ പറ്റൂല, ഒരു മലക്കിനോട് ചോദിക്കാൻ പറ്റൂല, ഒരു മനുഷ്യനോട് ചോദിക്കാൻ പറ്റൂല. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്നാൽ മനുഷ്യരോട് ചോദിക്കാവുന്ന കാര്യങ്ങളുണ്ട്, അത് മനുഷ്യരോട് ചോദിക്കാം. മനുഷ്യരോട് ചോദിക്കേണ്ട കാര്യം മനുഷ്യരോട് ചോദിക്കാം, അള്ളാഹ് അനുവദിച്ച പരിധിയിൽ നിന്നുകൊണ്ട്. ഞാൻ മുസ്ലിംസിലാണ് കാണുകയാണ്, ആ ഒരു 10 രൂപ തരും, മുസ്ലിംസിലേക്ക് തരാൻ കഴിയും പോക്കിന്റെ നേരത്ത്, അത് ചോദിക്കാം, അനുവദനീയമാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞ ആ പരസ്പരമുള്ള സഹായം അതിന്റെ പരിധിയിൽ വരുന്നതാണ്. എന്നാൽ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അതൊരിക്കലും പടപ്പിനോട് ചോദിക്കാൻ പാടില്ല. അത് നിങ്ങൾ അമ്പിയാക്കന്മാരോട് ചോദിക്കുകയാണ്, ഔലിയാക്കന്മാരോട് ചോദിക്കുകയാണ്, അതുപോലെ ജിന്നുകളോട് ചോദിക്കുകയാണ്. സ്വാലിഹുകളായ ജിന്നുകളോട് നിങ്ങൾ ചോദിക്കുകയാണ്, അത് ശിർക്കാണ്, അത് കുഫ്റാണ്. ഇതാണ് ഞങ്ങളുടെ വാദം. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് സൗദാനി മുശ്രിക്കാണോ അല്ലേ, അയാളെ ജാതിപ്പെട്ടതാണ്, താലൂക്ക് ഓഫീസിൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം.